ഹലോ ഓൾ, ലെക്ചർ അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഞായറാഴ്ച നടന്നിട്ടുള്ള സെറ്റ് എക്സാമിൻ്റെ റിവ്യൂ ആണ് ഇവിടെ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ആദ്യ പ്രതികരണങ്ങളിൽ നിന്നും ചോദ്യപേപ്പറിൻ്റെ ആദ്യ വായനയിൽ നിന്നും നമുക്ക് മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുന്ന രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നീട് വളരെ വിശദമായിട്ട് ഓരോ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യുന്ന ഡീറ്റെയിൽഡ് PYQ ക്ലാസ്സുകൾ നമ്മൾ ലിറ്റ്യൂർ അക്കാദമിയുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അടുത്ത സെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ലിറ്റ്യൂർ അക്കാദമിയുടെ റെഗുലർ ക്ലാസ്സസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും വളരെ പെട്ടെന്ന് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. ഇനി നമുക്ക് റിവ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ ആദ്യ പ്രതികരണങ്ങളിൽ നിന്നും തയ്യാറാക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണിത്. 2 ക്വസ്റ്റ്യൻ പേപ്പറിലേക്കും നമ്മൾ വന്നു കഴിഞ്ഞാൽ, ആദ്യം ഇംഗ്ലീഷ് പേപ്പറിൻ്റെ കാര്യത്തിൽ മോഡറേറ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഞങ്ങൾക്ക് ലഭിച്ചത്. എന്നാൽ ജനറൽ പേപ്പർ അത്യാവശ്യം ടഫായി എന്നും വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ മുൻ മാതൃകകളിൽ നിന്ന് അധികം വ്യതിചലിക്കാത്ത രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. സ്ഥിരമായി പിന്തുടർന്നു പോകുന്ന രീതികൾ തന്നെയാണ് ഇത്തവണയും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടി പറ്റുക. പക്ഷെ അപ്പോഴും മുൻ വർഷങ്ങളിൽ നിന്ന് അധികം ചോദിച്ച് കാണാത്ത ചില പേരുകൾ, അത് എഴുത്തുകാരുടെയും കൃതികളുടെയും ഒക്കെ കാര്യത്തിൽ പുതിയ ചില പേരുകൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോഴും അത് വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിക്കത്തക്ക രീതിയിൽ സിലബസിൽ നിന്ന് വളരെ വിദൂരമായിട്ടോ അല്ലെങ്കിൽ കൃത്യമായി ചിട്ടയായി പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ കേൾക്കാൻ സാധ്യതയില്ലാത്തതോ ആയ പേരുകളായിരുന്നില്ല, മറിച്ച് അവർക്ക് പരിചിതമായിട്ടുള്ള പേരുകൾ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ പേരുകൾ കടന്നു വന്നപ്പോഴും പുതിയ ചോദ്യങ്ങൾ കടന്നു വന്നപ്പോഴും അത് വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ആയിരുന്നില്ല. ചോദ്യരീതിയിലും കൃത്യമായി മുൻ വർഷങ്ങളിലെ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. എന്നാൽ ജനറൽ പേപ്പറിലേക്ക് വരുമ്പോൾ അത് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ബുദ്ധിമുട്ടാർന്നതായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ്, കറണ്ട് അഫെയർസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ടീച്ചിങ് മെത്തഡോളജിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസൊക്കെ അത്യാവശ്യം വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഈ പറഞ്ഞ മേഖലകളിലൊക്കെ തറവായിട്ട് പഠിച്ച് പോവാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നല്ല ബുദ്ധിമുട്ട് ഉത്തരങ്ങൾ നൽകുന്നതിൽ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. നമ്മൾ പലപ്പോഴും പറയുന്ന കാര്യമാണ്, കറണ്ട് അഫെയർസിൻ്റെ കാര്യത്തിൽ പലപ്പോഴും വിദ്യാർത്ഥികൾ ഒരു ലാഘവത്തോടെ സമീപിക്കുന്ന ഒരു രീതി കാണാറുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കറണ്ട് അഫെയർസ് ഓരോ സെറ്റ് എക്സാമിന് മുമ്പും പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ പഠിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ കറണ്ട് അഫെയർസ് വളരെ ബുദ്ധിമുട്ടായി അനുഭവപ്പെടാറുണ്ട്. കാരണം വളരെ ശ്രദ്ധയോടെ പിക്ക് ചെയ്ത് ആണ് ഇവർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുന്നത്. വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാവുന്നതായിരിക്കില്ല. കൃത്യമായിട്ട് ഡീപ്പായിട്ട് കറണ്ട് അഫെയർസ് പഠിച്ചെങ്കിൽ മാത്രമേ സെറ്റ് എക്സാമിൻ്റെ കറണ്ട് അഫെയർസ് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തവണത്തെ എക്സാമിലും കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസ് കുട്ടികളെ കുറച്ചൊക്കെ കുഴക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ പരിഗണിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടേറിയ ഒരു ജനറൽ പേപ്പർ എക്സാമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആദ്യ ഫീഡ്ബാക്കിൽ നിന്നും നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന കുട്ടികളുടെ പ്രതികരണങ്ങളിൽ നിന്നുമുള്ള ഒരു റിവ്യൂ ആണ് ഇവിടെ പങ്കുവച്ചത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചോദ്യപേപ്പർ റിവ്യൂ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ക്ലാസ്സുകളൊക്കെ പിന്നീട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.